കുറെ കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആർട്ട് വർക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? അതിന് റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ചില ആർട്ട് വർക്കുകൾ കാണുന്ന സമയത്ത് നമ്മളങ്ങ് പെട്ടെന്ന് പോയിന്ന് അത്ഭുതത്തോടുകൂടി അതിനെ നോക്കാറുണ്ട്. അത് നോക്കുന്ന സമയത്ത് നമുക്കൊരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, വളരെ കാം ആയിട്ടുള്ള, വളരെ നാച്ചുറൽ ഒരു ഫീൽ ആർട്ട് വർക്കിനോട് നമുക്ക് തോന്നാറുണ്ട്. എനിക്ക് പേഴ്സണലി എന്നെ പെട്ടെന്ന് ഇമോഷണലി അഫക്റ്റ് ചെയ്യുന്ന ആർട്ടിനേക്കാളും എനിക്കിഷ്ടം കുറെ കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള, കുറെ കൂടി പ്ലസന്റ് ആയിട്ടുള്ള, നമുക്ക് സന്തോഷം തരുന്ന, നമ്മുടെ വീടിന്റെ ചുവരിലൊക്കെ തൂക്കാൻ പറ്റുന്ന ആർട്ടുകളാണ്. അതെന്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് തന്നെ ആവണമെന്നില്ല. പക്ഷെ അത്തരത്തിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള, നമുക്ക് കുറച്ചും കൂടി പ്ലസന്റ് ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഫോർമുല നമുക്കൊന്ന് പഠിക്കാം. റൂൾ ഓഫ് തേർഡ്സ്. ഒരു പേപ്പർ എടുക്കാം. സ്ക്വയറോ റെക്ടാങ്കിളോ A4 എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇതിന് ഹൊറിസോണ്ടലി വെർട്ടിക്കലി 2 ലൈൻ വെച്ച് 3 ആക്കി തിരിക്കാം. അപ്പോൾ നമുക്കിങ്ങനെ 4 പോയിന്റ് കിട്ടി അല്ലേ? നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് ഈ പോയിന്റിൽ എവിടെയെങ്കിലും മെയിൻ ഒരു മരം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ വരയ്ക്കുമ്പോൾ അതിലൊരു ബാലൻസ് ഉണ്ട്. പക്ഷെ മിഡിൽ വരച്ചാൽ അത് വേറൊരു ബാലൻസ് ആണ്. അപ്പോൾ റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും ആർട്ടിനെ കുറിച്ചുള്ള പഠനം ഇത്രയധികം രസകരമാണ്. നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളിലൂടെ ഓരോ കാഴ്ചക്കാരനും എന്ത് ഇമോഷനാണ് നമ്മൾ കൺവേ ചെയ്യുന്നത്, ഓരോ കാഴ്ചക്കാരും എങ്ങനെയാണ് ആ ചിത്രത്തിൽ കണ്ണോടിക്കുന്നതെന്നൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ആർട്ടിസ്റ്റിന്, കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിന് സാധിക്കും.